മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സ്വപ്ന സുരേഷിന് 3.8 കോടി രൂപയും സന്ദീപ് നായർക്ക് 63 ലക്ഷവും കമ്മീഷൻ തുകയായി നൽകിയതായി സന്തോഷ് ഈപ്പൻ വെളിപ്പെടുത്തുന്നുണ്ട്. UAE കോൺസുൽ ജനറൽ നിർദ്ദേശിച്ചനുസരിച്ചാണ് പണം നൽകിയത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് സ്വപ്ന ഐഫോൺ സമ്മാനിച്ചുവെന്നും സന്തോഷ് ഈപ്പൻ വെളിപ്പെടുത്തിയിരുന്നു. സ്വപ്ന ആവശ്യപ്പെട്ടത് പ്രകാരം 5 ഐഫോണുകൾ വാങ്ങി നൽകിയതിൻ്റെ ബില്ലും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. നേരത്തെ ഇതേ ആവശ്യവുമായി ലൈഫ് മിഷൻ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി വ്യാഴാഴ്ച പരിഗണിക്കാൻ മാറ്റിയിരുന്നു. CBI അന്വേഷണം തുടരട്ടെ എന്ന് വാക്കാൽ പരാമർശിച്ചാണ് കോടതി ആ ഹർജി ഫയലിൽ സ്വീകരിച്ചത്. ഐഫോൺ വിവാദത്തിൽ യൂണിടാക് MD സന്തോഷ് ഈപ്പന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വക്കീൽ നോട്ടീസ് അയച്ചു. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതും അടിസ്ഥാനരഹിതവുമാണെന്നും വക്കീൽ നോട്ടീസിൽ രമേശ് ചെന്നിത്തല പറയുന്നു. വിവരങ്ങളുമായി BR കാർത്തിക് ചേരുന്നു. കാർത്തിക്, നേരത്തെ അദ്ദേഹം ഇത് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു, താൻ ഫോൺ ആരിൽ നിന്നും സ്വീകരിച്ചിട്ടില്ല എന്ന്. പക്ഷേ ഈ സന്തോഷ് ഈപ്പൻ അദ്ദേഹത്തിൻ്റെ ഹർജിയിൽ കോടതിക്ക് മുമ്പാകെ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട്. എന്ത് നടപടിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വക്കീൽ നോട്ടീസിൽ എന്തൊക്കെയാണ് പറയുന്നത്? വക്കീൽ നോട്ടീസിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം വളരെ മുൻകൂട്ടി നിശ്ചയിച്ച് ആസൂത്രിതമായാണ് ഇത്തരത്തിൽ തനിക്കെതിരെ ഒരു ആരോപണം സന്തോഷ് ഈപ്പൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് പിൻവലിക്കണം എന്നുള്ള ആവശ്യം, പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് ആസിഫ് അലി മുഖേന നൽകിയ വക്കീൽ നോട്ടീസിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ ഖേദപ്രകടനം നടത്തണം. പരസ്യമായി ഖേദപ്രകടനം പ്രധാനപ്പെട്ട 3 പത്രങ്ങളിലൂടെയോ മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൂടെയോ തന്നെ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് അവർ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ ഈ നടപടി സ്വീകരിക്കണം എന്ന് പറയുന്നു. വളരെ ആസൂത്രിതമായി ഇത്തരം ഒരു നീക്കം നടത്തിയതിൽ ദുരൂഹതയുണ്ട്. സമൂഹത്തിൽ വളരെ ഉയർന്ന പ്രതിച്ഛയുള്ള പ്രതിപക്ഷ നേതാവിനെ അപകീർത്തിപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള ശ്രമം നടത്തിയത്. അതുകൊണ്ട് തന്നെ 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ വക്കീൽ നോട്ടീസിൽ നൽകുന്നു. ഏതായാലും 15 ദിവസത്തിനുള്ളിൽ ഇത്തരത്തിൽ സന്തോഷ് ഈപ്പൻ മാപ്പ് പറയാൻ, പരസ്യമായി ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ ക്രിമിനൽ നടപടിയിലേക്ക് നീങ്ങും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഈ വക്കീൽ നോട്ടീസിലുണ്ട്. ഏതായാലും സന്തോഷ് ഈപ്പന്റെ പ്രതികരണത്തിനനുസരിച്ച് കടുത്ത നടപടികളിലേക്ക് പോകാനാണ് പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനം. നേരത്തെ DGPക്കും അദ്ദേഹം IMEI നമ്പർ ഉപയോഗിച്ച് ആ ഫോൺ ഇപ്പോൾ എവിടെയാണ് എന്ന് കണ്ടെത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിലും DGPയുടെ മറുപടി വൈകുകയാണ്. ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് മറുപടി ലഭിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ ഇക്കാര്യത്തിൽ സമീപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നിയമവിദഗ്ധരുമായി അദ്ദേഹം കൂടിയാലോചിക്കുന്നുണ്ട്. തനീഷ്. ശരി, നന്ദി കാർത്തിക് വിവരങ്ങൾക്ക്. ബംഗളൂരു ലഹരിമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരിയെ നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. നാളെ ബംഗളൂരു ശാന്തിനഗറിലെ ഓഫീസിൽ ഹാജരാകാൻ ബിനീഷിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ലഹരിമരുന്ന് കേസിൽ പിടിയിലായ അനൂപ് മുഹമ്മദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബിനീഷിനെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനം. ബിനീഷ് വൻതോതിൽ സാമ്പത്തിക സഹായം ചെയ്തുവെന്ന് അനൂപ് മുഹമ്മദ് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിരുന്നു. ഈ പണത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചായിരിക്കും എൻഫോഴ്സ്മെന്റ് ബിനീഷിനോട് പ്രധാനമായും ചോദിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് ബിനീഷ് ബംഗളൂരുവിലേക്ക് യാത്ര തിരിച്ചു. ഒരു ദിവസത്തിനിടെ രാജ്യത്ത് 3.25 ലക്ഷത്തിനടുത്ത് പുതിയ കോവിഡ് രോഗികൾ. ആകെ രോഗബാധിതരുടെ എണ്ണം 66,23,000 കടന്നു. 903 പേർ മരിച്ചതോടെ കോവിഡ് മരണം 1,02,685 ആയി. 9,34,000-ലധികം പേരാണ് ചികിത്സയിലുള്ളത്. ഇടവേളയാണ്.